ഒരു സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ വിധിയെയും മാറ്റിമറിക്കാൻ പോകുന്ന ആ രഹസ്യം ഗംഗാതടത്തിൽ ഒഴുകി നടന്ന ആ പേടകത്തിലുണ്ടായിരുന്നു എന്ന് അന്ന് ആരും അറിഞ്ഞിരുന്നില്ല. സൂര്യപുത്രനായി പിറന്നിട്ടും സൂതപുത്രനായി വളരേണ്ടി വന്ന ഒരു വീരന്റെ ഇതിഹാസം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പണ്ട് കുന്തിഭോജ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അതിഥിയായെത്തിയ ദുർവാസാവ് മഹർഷിയെ അതിഭക്തിയോടെ പരിചരിച്ച കുന്തിക്ക് അദ്ദേഹം 5 വിശിഷ്ട മന്ത്രങ്ങൾ ഉപദേശിച്ചു നൽകി. പ്രപഞ്ചശക്തികളെ ധ്യാനിച്ച് ഈ മന്ത്രം ജപിച്ചാൽ ആ ദേവന്റെ ഗുണങ്ങളുള്ള ഒരു പുത്രമേ ലഭിക്കും. വെറുമൊരു കൗതുകത്തിന് കുന്തി സൂര്യദേവനെ ആഹ്വാനം ചെയ്തു. നിമിഷനേരം കൊണ്ട് അതിതേജസ്വിയായ സൂര്യദേവൻ ദിവ്യാഭരണങ്ങളണിഞ്ഞ് കുന്തിയുടെ മുന്നിൽ പ്രത്യക്ഷനായി. ഭയത്തോടെ കുന്തി അപേക്ഷിച്ചു, "ഞാൻ വെറുതെ പരീക്ഷിച്ചു നോക്കിയതാണ്. ദയവായി എന്നെ വിട്ടയക്കണം." എന്നാൽ ദേവനെ ആഹ്വാനം ചെയ്തിട്ട് നിഷ്ഫലമായി മടക്കി അയക്കുന്നത് വലിയ ശാപത്തിന് കാരണമാകുമെന്ന് സൂര്യദേവൻ താക്കീതു നൽകി. ഒടുവിൽ കുന്തിയൊരപേക്ഷ നടത്തി. "എന്റെ കന്യകാത്വം നഷ്ടപ്പെടാതെ തന്നെ ജന്മനാ കവചകുണ്ടലങ്ങളോടുകൂടിയ ഒരു ധർമ്മിഷ്ഠനായ പുത്രനെ." സൂര്യദേവൻ ആ അപേക്ഷ സ്വീകരിച്ചു. യോഗബലത്താൽ അവൾക്കൊരു പുത്രനെ നൽകി. സൂര്യദേവന്റെ അനുഗ്രഹത്താൽ ജനിച്ച ആ കുഞ്ഞിന് ജന്മനാ ലഭിച്ച കവചകുണ്ടലങ്ങളുള്ള കാലത്തോളം ആർക്കും അവനെ വധിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അപമാന ഭയം കാരണം ആ കുഞ്ഞിനെ ആരുമറിയാതെ കുന്തി ഒരു പെട്ടിയിലാക്കി ഗംഗാനദിയിൽ ഒഴുക്കിവിട്ടു. ഒഴുകി വന്ന ആ പൈതലിനെ ഹസ്തിനപുരത്തിലെ തേരാളിയായ അധിരഥൻ കാണാനിടയായി. ഹസ്തിനപുരത്തെ അന്ധനായ രാജാവ് ധൃതരാഷ്ട്രരുടെ പ്രധാന തേരാളിയായിരുന്നു അധിരഥൻ. ധർമ്മിഷ്ഠനും സൽസ്വഭാവിയുമായിരുന്ന അദ്ദേഹവും പത്നി രാധയും ഒരു വലിയ ദുഃഖം ഉള്ളിലൊതുക്കിയാണ് ജീവിച്ചിരുന്നത്. അവർക്ക് മക്കളില്ലായിരുന്നു. ഒരു പ്രഭാതത്തിൽ ഗംഗാനദിയിൽ തൻ്റെ നിത്യകർമ്മങ്ങൾ ചെയ്യാനായി അധിരഥൻ ഇറങ്ങിയപ്പോഴാണ് ഓളങ്ങൾക്കിടയിൽ ഒരു പെട്ടി ഒഴുകി വരുന്നത് കണ്ടത്. അധിരഥനും രാധയും ആ പെട്ടി കരയ്ക്കടുത്ത് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരെ അമ്പരപ്പിച്ചു. അവിടെ ഒരു ശിശു കിടക്കുന്നു. പക്ഷേ അവൻ വെറുമൊരു സാധാരണ കുഞ്ഞായിരുന്നില്ല. ജന്മനാ ശരീരത്തോട് ചേർന്നു നിൽക്കുന്ന സ്വർണ്ണകവചവും സൂര്യപ്രഭയോടെ തിളങ്ങുന്ന കുണ്ടലങ്ങളും ധരിച്ച ആ കുഞ്ഞിനെ അവർ അത്ഭുതത്തോടുകൂടി നോക്കി. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ദൈവിക തേജസ് പുറപ്പെടുന്നുണ്ടായിരുന്നു. മക്കളില്ലാത്ത ആ ദമ്പതികൾക്ക് ഇതൊരു ദൈവനിശ്ചയമായി തോന്നി. സമ്പത്തിന്റെ നാഥൻ എന്നർത്ഥത്തിൽ അവർ അവനെ വസുഷേണൻ എന്നു പേരിട്ടു വളർത്തി. പക്ഷേ പിന്നീട് ലോകം അവനെ അവന്റെ വളർത്തമ്മയായ രാധയുടെ പേരിൽ രാധേയൻ എന്നും വിളിച്ചു. ഹസ്തിനപുരത്തെ സൂതന്മാരുടെ കോളനിയിൽ കുതിരകളുടെയും രഥങ്ങളുടെയും ഇടയിലാണ് വസുഷേണൻ വളർന്നത്. ഒരു തേരാളിയാകാനാവശ്യമായ വിദ്യകൾ അധിരഥൻ അവനെ പഠിപ്പിച്ചു. എന്നാൽ വിധിയുടെ കളി മറ്റൊന്നായിരുന്നു. അവന്റെ കൈകൾക്ക് രഥത്തിന്റെ കടിഞ്ഞാണിനേക്കാൾ പ്രിയം ബില്ലിന്റെ ഞാണായിരുന്നു. തന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്നോ താൻ സൂര്യദേവന്റെ മകനാണെന്നോ ഉള്ള സത്യമറിയാതെ തന്നെ അവന്റെ ഉള്ളിൽ ഒരു യഥാർത്ഥ യോദ്ധാവിന്റെ ആവേശം ജ്വലിച്ചുനിന്നു. അവന്റെ ബാഹ്യമായ വിധി ഒരു സൂതപുത്രന്റേതായിരുന്നു. എന്നാൽ അവന്റെ സഹജമായ പ്രകൃതം ഒരു ക്ഷത്രിയന്റേതായിരുന്നു. രാജകുമാരന്മാർ വില്ലുവിദ്യ അഭ്യസിക്കുന്ന മൈതാനത്തിന്റെ അരികിൽ നിന്ന് അവൻ ദാഹത്തോടെ ആ വിദ്യകൾ നോക്കി നിന്നു. വില്ലും അമ്പും അവന്റെ ആത്മാവിന്റെ ഭാഗമായി മാറി. മറ്റാരും പഠിപ്പിക്കാതെ തന്നെ തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അവൻ ആയോധനകലയിൽ പ്രാവീണ്യം നേടി. എങ്കിലും
ഒരു സൂതപുത്രൻ എന്ന മുദ്ര അവനെ ഓരോ ഘട്ടത്തിലും വേട്ടയാടിക്കൊണ്ടിരുന്നു. സ്വന്തമാർജിച്ച വിദ്യകൾ പോരാ എന്ന് തിരിച്ചറിഞ്ഞ വസുഷേണൻ ഹസ്തിനപുരത്തെ ഏറ്റവും വലിയ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെല്ലാൻ തീരുമാനിച്ചു. വിദ്യ പകർന്നു നൽകുന്ന ദ്രോണർ തന്റെ കുലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ആചാര്യനായിരുന്നു. വിദ്യ അഭ്യസിപ്പിക്കണമെന്ന വസുഷേണന്റെ വിനീതമായ അപേക്ഷയ്ക്കു മുന്നിൽ ദ്രോണർ ഒരു കരിമ്പാറയെപ്പോലെ നിന്നു. ഈ ഗുരുകുലം രാജകുമാരന്മാർക്കും ബ്രാഹ്മണർക്കും മാത്രമുള്ളതാണ്, ദ്രോണർ ഗർവോടെ പ്രഖ്യാപിച്ചു. ഒരു തേരാളിയുടെ മകന് ദിവ്യാസ്ത്രങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. ഇത് കേവലം ഒരു തിരസ്കരണമായിരുന്നില്ല, മറിച്ച് വസുഷേണന്റെ വ്യക്തിത്വത്തിന്മേൽ വീണ കനത്ത ആഘാതമായിരുന്നു. തന്റെ ഉള്ളിലെ കഴിവിനേക്കാൾ വലുത് തന്റെ ജാതിയാണെന്ന ലോകത്തിന്റെ വിധി അവനെ ആഴത്തിൽ വേദനിപ്പിച്ചു. ദ്രോണരുടെ പ്രിയശിഷ്യനായ അർജുനനോടുള്ള വസുഷേണന്റെ പക ഇവിടെയാണ് മുളപൊട്ടിയത്. താൻ അർജുനനേക്കാൾ വലിയ യോദ്ധാവാണെന്ന് തെളിയിക്കണമെന്ന വാശി അവന്റെ ഉള്ളിൽ ഒരഗ്നിയായി പടർന്നു. ദ്രോണാചാര്യരുടെ ഗുരുകുലത്തിന്റെ വാതിലുകൾ തനിക്കു മുന്നിൽ അടഞ്ഞപ്പോൾ വസുഷേണൻ തളർന്നുപോയില്ല. പകരം ആചാര്യനേക്കാൾ വലിയൊരു ഗുരുവിനെ തേടി അവൻ യാത്രയായി. ക്ഷത്രിയരോടുള്ള വിദ്വേഷത്താൽ മാത്രം ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അസ്ത്രവിദ്യാ നിപുണനായ ഭഗവാൻ പരശുരാമനെ ലക്ഷ്യം വെച്ചായിരുന്നു അവന്റെ യാത്ര. പക്ഷേ അവിടെയും കുലം ഒരു തടസ്സമായി നിൽക്കുമെന്നവൻ ഭയപ്പെട്ടു. അതിനാൽ താനൊരു ബ്രാഹ്മണനാണെന്ന കള്ളം പറഞ്ഞുകൊണ്ടവൻ പരശുരാമന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ഈയൊരു കള്ളം വസുഷേണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായി മാറുമെന്ന് അന്നവൻ അറിഞ്ഞിരുന്നില്ല. തന്റെ ജന്മസിദ്ധമായ കഴിവുകളെ അംഗീകരിക്കാത്ത സമൂഹത്തോട് പോരാടാൻ അവൻ തിരഞ്ഞെടുത്ത വഴി അവനെ വലിയൊരു നാശത്തിലേക്കാണ് നയിച്ചത്. എങ്കിലും ഹസ്തിനപുരത്തെ കൊട്ടാരക്കെട്ടുകൾക്കുള്ളിൽ അപമാനിതനായി നിന്ന ആ പുത്രൻ വരാനിരിക്കുന്ന ഇതിഹാസയുദ്ധത്തിലെ ഏറ്റവും വലിയ നായകനാവാനുള്ള ആദ്യ ചുവടുവെപ്പുകൾ അവിടെ തുടങ്ങുകയായിരുന്നു. വളർത്തമ്മയായ രാധയുടെ സ്നേഹവും അതിരഥന്റെ കരുതലും അവന് നൽകിയത് ഒരു പേരു മാത്രമായിരുന്നു. പക്ഷെ അവന്റെ കർമ്മവും വിധിയും അവനെ കർണൻ എന്ന നിത്യഹരിതമായ നാമത്തിലേക്ക് നയിക്കുകയായിരുന്നു. വസുഷേണൻ എന്ന ബാലനിൽ നിന്ന് കർണൻ എന്ന വീരയോദ്ധാവിലേക്കുള്ള പരിവർത്തനം തുടങ്ങുന്നത് ആ അപമാനങ്ങളിൽ നിന്നായിരുന്നു. ആന്തരികമായ കഴിവും സാമൂഹികമായ നീതിക്കേടും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കർണന്റെ ഈ ബാല്യകാലം ഇന്നും നിലനിൽക്കുന്നു.